അപ്പോൾ അയിത്തം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് തോന്നലൊന്നല്ല. ജാതി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, തോന്നലല്ല. ആ ഗ്രാമത്തിലെ വ്യവസ്ഥിതി ഏത് പ്രധാനമന്ത്രി വന്നാലും മാറാതെ അതേപടി നിലനിൽക്കുന്നുവെന്ന് ഇന്ത്യൻ തത്വചിന്തയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്തയാണ് അദ്വൈതവാദം. ഈ അദ്വൈതവാദത്തെ വിമർശന വിധേയമാക്കാനാണ് ഞാൻ 2 എപ്പിസോഡുകളിലൂടെ ശ്രമിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ ഉന്നയിക്കുന്നത് അദ്വൈതവാദം യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നു എന്നതാണ്. നമ്മളൊരു സിദ്ധാന്തവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനനുസരിച്ച് സിദ്ധാന്തത്തെ മാറ്റണം. അല്ലാതെ സിദ്ധാന്തത്തിനനുസരിച്ച് യാഥാർത്ഥ്യം ഇല്ല എന്ന് നമ്മൾ ശഠിക്കുന്നു. ഇതാണ് ഇന്ത്യയിലെ മായാവാദം. അദ്വൈതം എങ്ങനെ മായാവാദത്തിലേക്കും ആ മായാവാദം എങ്ങനെ യാഥാർത്ഥ്യത്തെ നേരെ കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കും ഇന്ത്യൻ സമൂഹത്തെ നയിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ അന്വേഷണം. പ്രിയമുള്ളവരെ, അതിനാദ്യമേ തന്നെ എന്താണ് തത്വചിന്ത എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ആമുഖമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലോസഫി തത്വചിന്ത പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് തത്വചിന്ത. ഓരോ യാഥാർത്ഥ്യത്തിൻ്റെയും സ്വഭാവം എന്താണ്, നേച്ചർ ഓഫ് റിയാലിറ്റി, ആ പഠനമാണ് തത്വചിന്ത. യാഥാർത്ഥ്യത്തെ തന്നെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒന്ന്, ഈ പ്രകൃതിയിലുള്ള വസ്തുക്കൾ. 2, മനുഷ്യൻ. 3, മനുഷ്യനിർമ്മിത വസ്തുക്കൾ. അപ്പോൾ യാഥാർത്ഥ്യത്തിലെ ഈ 3 വിഭാഗങ്ങളുടെയും സ്വഭാവങ്ങൾ എന്താണ്, സ്വഭാവം എന്താണ്, അടിസ്ഥാന സ്വഭാവം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് തത്വചിന്ത. ഈ തത്വചിന്തയ്ക്ക് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓണ്ടോളജി. എന്താണ് ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം, അതിനെ വിളിക്കുന്ന പേരാണ് ഓണ്ടോളജി. 2, ആ സ്വഭാവത്തെ എങ്ങനെ അറിയാം, ആ അറിയുന്ന മാർഗത്തെ വിളിക്കുന്ന പേരാണ് ജ്ഞാനശാസ്ത്രം അഥവാ എപ്പിസ്റ്റമോളജി. 3, ഈ യാഥാർത്ഥ്യങ്ങളിൽ മനുഷ്യ സ്വഭാവം എന്താണ്, അതിനെ കുറിച്ചുള്ള അന്വേഷണം. അതായത്, ഹേ മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക, അതിനെ കുറിച്ച് പറയുന്ന പേരാണ് ഫിലോസഫിക്കൽ ആന്ത്രപ്പോളജി അഥവാ ഹ്യൂമനിസം. അപ്പോൾ തത്വശാസ്ത്രത്തിൻ്റെ പൊതുവായ ലക്ഷ്യം ഇതാണ്: ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുടെ ആന്തരിക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് തത്വചിന്ത. അത് 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. 1, ഓണ്ടോളജി, യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം. 2, എപ്പിസ്റ്റമോളജി, എങ്ങനെ ഈ സ്വഭാവം അറിയാമെന്നുള്ള ജ്ഞാനത്തിൻ്റെ വഴികൾ, ഏത് രീതിയിലാണ് അറിവ് സമ്പാദിക്കാൻ കഴിയുക. 3, ഫിലോസഫിക്കൽ ആന്ത്രോപോളജി അഥവാ ഹ്യൂമനിസം. അതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ആത്മജ്ഞാനത്തിലേക്ക് മനുഷ്യനെത്തുന്നത്. ഇതാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത്: ആത്മജ്ഞാനം കിട്ടുന്നവന് ബ്രഹ്മജ്ഞാനവും കിട്ടും. ഇതിൻ്റെ അർത്ഥം കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, ചിലർ ചോദിക്കും, ഇത് 3ഉം പഠിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? പ്രിയമുള്ളവരെ, ഓണ്ടോളജിയുടെ വ്യത്യസ്ത ശാഖകളാണ് എല്ലാ ഫിസിക്കൽ സയൻസസും. അതായത്, വെള്ളത്തിൻ്റെ സ്വഭാവം എന്ത്, കാറ്റിൻ്റെ സ്വഭാവം എന്ത്,
മേഘത്തിൻ്റെ സ്വഭാവം എന്ത്, ചെടികളുടെ സ്വഭാവം എന്ത്, വിത്തുകളുടെ സ്വഭാവം എന്ത്, മൃഗത്തിൻ്റെ സ്വഭാവം എന്ത്, ഇങ്ങനെയുള്ള പഠനങ്ങളാണ് ഓണ്ടോളജിയുടെ ഭാഗമായിട്ട് വികസിച്ച് വന്ന ഫിസിക്കൽ സയൻസസ്. അപ്പം എന്താണ് എപ്പിസ്റ്റമോളജി? അത് പഠിച്ചതുകൊണ്ട് എന്താണ് മെച്ചം? ജ്ഞാനം എങ്ങനെ അറിയുന്നു, വളരുന്നു എന്ന പഠനത്തിൻ്റെ ഉപോത്പന്നമാണ് എഡ്യൂക്കേഷണൽ പെഡഗോഗി. വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരു കുട്ടിക്ക് നൽകേണ്ടത്, വളരുന്ന കുട്ടിക്ക് നൽകേണ്ടത്, കലാലയത്തിൽ എങ്ങനെ നടത്തണം, എങ്ങനെയാണ് റിസർച്ച് നടത്തേണ്ടത്, ഇതെല്ലാം എപ്പിസ്റ്റമോളജിയുടെ ഉപോത്പന്നങ്ങളായിട്ട് വന്നതാണ്. മൂന്നാമത്തെ ഭാഗമാണ് ഫിലോസഫിക്കൽ ആന്ത്രോപോളജി അഥവാ ഹ്യൂമനിസം. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് മൊറാലിറ്റി, എത്തിക്സ്, ലോ, ജൂറിസ്പ്രൂഡൻസ് മുതലായവയെല്ലാം ഹ്യൂമനിസത്തിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് വെസ്റ്റേൺ ഫിലോസഫിയുടെ ട്രഡീഷനിലായാലും ഗ്രീക്ക് ഫിലോസഫിയിലെ ട്രഡീഷനിലായാലും ഇന്ത്യൻ ഫിലോസഫിയുടെ ട്രഡീഷനിലായാലും ഒരു കാര്യം കാണാം, സമഗ്രമായി ഒരു തത്വശാസ്ത്ര പദ്ധതി ഉന്നയിച്ചിട്ടുള്ള ആളുകളെല്ലാം യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതറിയുന്ന മാർഗത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന എത്തിക്കൽ ധാർമ്മിക പരിഗണനകളെക്കുറിച്ചും സമഗ്രമായി എഴുതുന്ന വ്യക്തികളെ മാത്രമാണ് തത്വചിന്തകർ എന്ന് ഇന്ത്യയിലും ചൈനയിലായാലും ഗ്രീസിലായാലും വെസ്റ്റേൺ ട്രഡീഷനിലായാലും നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ആദ്യമേ തന്നെ ഈ പാഠത്തിൽ ഈ അദ്വൈതത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യമേ തന്നെ ഓണ്ടോളജിയുടെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഓണ്ടോളജി എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഒരു ചോദ്യം ചോദിക്കും, എന്താണ് ഈ യാഥാർത്ഥ്യം? നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാം, പുല്ല്, പുഴു, മനുഷ്യൻ, പാമ്പ്, പട്ടി, പൂച്ച, കല്ല്, മണ്ണ്, മരം, എവ്രിതിങ്. അപ്പോൾ ഇവയെല്ലാം ഓരോ ഒറ്റ വസ്തുക്കളാണ്. പക്ഷേ ഈ എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും അതുപോലെ മനുഷ്യൻ എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ലോകത്തിലെ തത്വശാസ്ത്ര മെത്തഡോളജി അനുസരിച്ച് യാഥാർത്ഥ്യങ്ങളുടെ സ്വഭാവം അറിയാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത് മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പം മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്കതൊരു നിയമമായി മാറ്റണമെങ്കിൽ, തത്വമായി മാറ്റണമെങ്കിൽ എല്ലാ മനുഷ്യരിലും എല്ലാ യാഥാർത്ഥ്യത്തിലും ഒരുപോലെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യത്തെ കണ്ടെത്തിയാൽ മാത്രമേ അതിനെ ഒരു തത്വം എന്ന് നമ്മൾ വിളിക്കാറുള്ളൂ, ഒരു ലോ എന്ന് നമ്മൾ വിളിക്കാറുള്ളൂ. അപ്പോൾ എല്ലായിടത്തും കാണണം, പുല്ലിലും കാണണം, പുഴുവിലും കാണണം, പട്ടിയിലും കാണണം, പൂച്ചയിലും കാണണം, പാമ്പിലും കാണണം, മനുഷ്യനിലും കാണണം. എല്ലായിടത്തും ഒരുപോലെയുള്ള ഒരു വസ്തു എന്താണ്, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം എന്താണ്, ഇതിനെക്കുറിച്ച് ആണ് വെസ്റ്റേൺ ട്രഡീഷനിൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ബീയിങ് എന്ന പദം. അതാണ് ഓണ്ടോളജിയുടെ ഏറ്റവും അടിസ്ഥാനം. അപ്പം ബീയിങ് എന്ന പദം ഹെഗൽ വരെ ഒരു പ്രത്യേക രീതിയിൽ, ജർമ്മൻ ഐഡിയലിസം വരെ ഒരു പ്രത്യേക രീതിയിലാണ് ബീയിങ്ങിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. ബീയിങ് ഉണ്ട്, അത് ഓരോ വ്യക്തി യാഥാർത്ഥ്യങ്ങളെ ബീയിങ് എന്ന് വിളിക്കുന്നു. ഈ വ്യക്തി യാഥാർത്ഥ്യങ്ങൾ ഏതൊരു യാഥാർത്ഥ്യത്തിൽ നിന്നാണോ ഉണ്ടായത് അതിനെ നമ്മൾ സുപ്രീം ബീയിങ് എന്ന് വിളിക്കുന്നു. അപ്പം ബീയിങ് എന്താണ്, സുപ്രീം ബീയിങ് എന്താണ്? ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബീയിങ്ങിൻ്റെ സ്വഭാവം തന്നെയാണ് സുപ്രീം ബീയിങ്ങിൻ്റെ സ്വഭാവം എന്നതാണ്. അപ്പോൾ ഒരു ഞാൻ എന്ന ബീയിങ്ങിൻ്റെ സ്വഭാവം എന്താണ്, വെള്ളം എന്ന ബീയിങ്ങിൻ്റെ സ്വഭാവം എന്താണ്, ഇതിനെക്കുറിച്ചുള്ള പൊതുവായ ധാരണ എന്താണ്, അതാണ് ഓണ്ടോളജിയിൽ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്നതിൽ അവർ കണ്ടെത്തിയ നിർവചനം, പരമ്പരാഗതമായ നിർവചനം എന്താണെന്ന് പറയാം. ഏത് ബീയിങ്ങിൻ്റെയും സുപ്രീം ബീയിങ്ങിൻ്റെയും. ഇന്ത്യൻ പാരലായിട്ട് നോക്കുമ്പോൾ അതിനെയാണ് രണ്ട് വാക്കുകളിൽ അറിയപ്പെടുന്നത്, ആത്മൻ, ബ്രഹ്മൻ. ആത്മൻ എന്ന് പറഞ്ഞാൽ ഓരോ പർട്ടിക്കുലറായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ ആന്തരികതയിലുള്ള ഇതെന്താണ്, സ്വഭാവം എന്താണ്. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ സുപ്രീം ബീയിങ് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തിസത്തകളും ഉരുത്തിരിയുന്ന സുപ്രീം ബീയിങ്ങിൻ്റെ സ്വഭാവം എന്താണ്.
പ്രിയമുള്ളവരെ, അതിന് വെസ്റ്റേൺ ട്രഡീഷനിൽ വിളിക്കുന്ന പേരാണ് ബീയിങ് ആൻഡ് സുപ്രീം ബീയിങ്. ബീയിങ്ങിനെ കുറിച്ചുള്ള ഇന്ത്യൻ ട്രഡീഷനിൽ എനിക്ക് സംസ്കൃതം അറിയാത്തത് കൊണ്ട് അധികം വായിച്ച മനസ്സിലാകില്ല. ചില ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ വെസ്റ്റേൺ ട്രഡീഷനിൽ നമുക്കുള്ള ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഭാഷ നമ്മുടെ കൈവശമുണ്ട്, ഇംഗ്ലീഷ് ഭാഷ. അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബീയിങ്ങിനെ കുറിച്ചുള്ള നിർവചനം ഇപ്രകാരമാണ്. ഒരു യാഥാർത്ഥ്യത്തിനകത്ത് ഇപ്പോൾ ഒരു മരം കാണുന്നു. പല മരങ്ങൾക്കും വ്യത്യാസമുണ്ട്. മനുഷ്യനെ കാണുന്നു. ഇവയ്ക്കൊക്കെ പുറമേ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉള്ളില്, മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളില്, വെള്ളം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളില്, സ്വർണം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളില് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ മാറാതെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്നതാണ് ഇവരന്വേഷിച്ചത്. ആ യാഥാർത്ഥ്യത്തിന് ഇന്നലെ അത് തന്നെയായിരിക്കണം, ഇന്ന് അത് തന്നെയായിരിക്കണം, നാളെ അത് തന്നെയായിരിക്കണം. ആ യാഥാർത്ഥ്യത്തിന് വിളിക്കുന്ന പേരാണ് ആത്മൻ അഥവാ ബീയിങ്. ഉദാഹരണമായിട്ട് നിങ്ങൾ വെള്ളം എന്ന യാഥാർത്ഥ്യത്തെ പരിശോധിക്കുക. ആ വെള്ളം എന്ന യാഥാർത്ഥ്യത്തിനകത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് H2O എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ്. H2O ആണ് വെള്ളത്തിനകത്തുള്ള വെള്ളത്തെ വെള്ളമാക്കുന്നതെങ്കിൽ ഒരു 50,000 കൊല്ലം മുൻപ് വെള്ളത്തിനകത്ത് എന്തായിരുന്നു? H2O ആയിരുന്നു. ഇന്ന് വെള്ളത്തിനകത്ത് എന്താണ്? H2O ആണ്. നാളെ 50,000 കൊല്ലം കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് എന്താണ്? H2O ആണ്. ഒരു സർക്കിളിൽ 360 ഡിഗ്രിയാണ്. ഇന്ന് ഒരു സർക്കിളിൻ്റെ ഉള്ളിലെ അളവ് എത്രയാണ്? 360 ഡിഗ്രി. 50,000 കൊല്ലം മുൻപ് സർക്കിളിൻ്റെ ഉള്ളിൽ എത്രയാണ്? 360 ഡിഗ്രി. 50,000 കൊല്ലത്തിന് ശേഷം സർക്കിളിൻ്റെ അകത്ത് എന്താണ്? 360 ഡിഗ്രി. അപ്പം 360 സർക്കിള് ചെറുതുണ്ടാവാം, വലുതുണ്ടാകാം. ഒരു ചെറിയ ബിന്ദു ഇട്ടാൽ അത് സർക്കിളാണ്. സൂര്യൻ്റെ അത്ര പോകുന്ന ഒരു വൃത്തം വരച്ചാലും സർക്കിളാണ്. ഭൂമി ഒരു വൃത്തമായിട്ട് വരച്ചാലും സർക്കിളാണ്. ഒരു ചെറിയ 10 രൂപ കോയിൻ എടുത്താൽ സർക്കിളാണ്. സർക്കിള് ചെറുതോ വലുതോ ആകട്ടെ, അതിൻ്റെ അകത്ത അളവ് ഇന്നലെയും ഇന്നും നാളെയും എപ്പോഴും ഒന്നാണ്. അതുകൊണ്ട് സർക്കിളിനകത്തെ 360 ഡിഗ്രിക്ക് യെസ്റ്റർഡേ എന്നൊരവസ്ഥയില്ല, ടുമാറോ എന്ന അവസ്ഥയില്ല, ടുഡേ എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അകത്ത് H2Oയ്ക്ക് യെസ്റ്റർഡേ എന്ന അവസ്ഥയില്ല, ടുമാറോ എന്ന അവസ്ഥയില്ല, ടുഡേ എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തിനകത്ത് ഇന്ന് എന്ന അവസ്ഥ മാത്രമുള്ള ഏത് ഭാഗമാണോ ഉള്ളത് ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബീയിങ്, ആയിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ അവർ ബീയിങ്, ഈസ് എന്നൊക്കെ വിളിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പം അതുകൊണ്ട് ഒരു യാഥാർത്ഥ്യത്തിനകത്ത് ഏത് ഭാഗമാണോ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിലനിൽക്കുന്നത്, അഥവാ പ്രസന്റ് ടെൻസ് മാത്രമായിട്ട് നിലനിൽക്കുന്നത്, ആ പ്രസന്റ് ടെൻസ് മാത്രമായിട്ട് നിലനിൽക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബീയിങ്. അപ്പോൾ ഇത് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിലനിൽക്കുന്നതാണ് ബീയിങ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ. ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പറയുന്ന പ്രാർത്ഥനയാണ് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അപ്പോൾ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിലനിൽക്കുന്നത് എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് ബീയിങ്. അപ്പോൾ ഈ ബീയിങ് മാറ്റമില്ലാത്ത ബീയിങ് ആണ്. ഇതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല.
H2 എന്നുള്ളത് ഇന്നലെ H2O2 നാളെ HOയുമായിട്ട് മാറാൻ പാടില്ലേ? 360 ഡിഗ്രി എന്നുള്ളത് ഇന്നലെ 359 ഡിഗ്രി, ഇന്ന് 360 ഡിഗ്രി, നാളെ 361 ഡിഗ്രി ആവാൻ പാടില്ലേ? അപ്പം മനുഷ്യനുള്ള ഉള്ളില് ഞാൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയുള്ള ഏതൊരു യാഥാർത്ഥ്യമാണോ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്, ആ യാഥാർത്ഥ്യത്തെ വിളിക്കുന്ന പേരാണ് ആത്മൻ അഥവാ ബീയിങ്. അപ്പൊ മനുഷ്യനിൽ മാറ്റമില്ലാത്ത ഒരു ഭാഗമുണ്ടെന്നും അത് ആത്മാവാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇന്ത്യക്കാരുടെ മാത്രം ചിന്തയല്ല. പ്ലാറ്റോന്റെ ബുക്കുകൾ വായിക്കുമ്പോഴും മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ ബീയിങ്ങിന് മാറ്റം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബീയിങ്ങിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് ബീയിങ്ങിൽ ടൈം ഫാക്ടർ ഉൾക്കൊള്ളുന്നില്ല. കാരണം ഇന്നലെയും നാളെ ഉണ്ടെങ്കിലേ ടൈമുള്ളൂ. ബീയിങ് ഈസാണ്, മാറ്റത്തിന് വിധേയനാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബീയിങ്ങിനകത്ത് ടൈമില്ല. ജർമ്മൻ ഐഡിയലിസ്റ്റുകൾ ചെയ്തത് ബീയിങ്ങിനകത്ത് ടൈം ഉള്ള വിധത്തിൽ ആ ബീയിങ്ങിന്റെ നിർവചനത്തെ വിപുലപ്പെടുത്തി എന്നുള്ളതാണ് ജർമ്മൻ ഐഡിയലിസം പറയുന്നത്. ബീയിങ്ങിനകത്ത് ടൈം ഫാക്ടർ ഇല്ലെങ്കിൽ, ടൈം ഇല്ലെങ്കിൽ, ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ്, വിശുദ്ധ അഗസ്റ്റിൻ്റെ കൺഫെഷൻസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു അധ്യായം ബീയിങ് ആൻഡ് ടൈം എന്നുള്ളതാണ്. ഹൈഡഗറിൻ്റെ പ്രസിദ്ധമായ തത്വചിന്താ പുസ്തകത്തിൻ്റെ പേര് ബീയിങ് ആൻഡ് ടൈം എന്നാണ്. ബീയിങ്ങിൽ എങ്ങനെ ടൈം ഉൾക്കൊള്ളിക്കും എന്നതാണ് അവർ കണ്ടെത്താൻ പരിശ്രമിച്ചത്. പക്ഷെ ജർമ്മൻ ഐഡിയലിസ്റ്റുകളാണ് അതിനെ ശരിയായി വ്യാഖ്യാനിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ബീയിങ്ങിൽ ടൈമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നലെയുള്ള ഞാനും ഇന്നുള്ള ഞാനും നാളെയുള്ള ഞാനും എനിക്ക് മാറ്റമുണ്ടാകാൻ പാടില്ല. ഞാൻ ക്രിസ്ത്യൻ ശവസംസ്കാര പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഗാനമുണ്ട്. ഇന്നലെയുള്ളോൻ ഇന്നിവിടില്ല, ഇനി വരികില്ല, യാത്രക്കാര കബറിടമല്ലോ നിന്റെ മുൻപിൽ എന്നതാണ് ആ പാട്ട്. അപ്പോൾ ഇന്നലെയുള്ള ഇതൊരു താത്വിക പ്രശ്നത്തെ ഒരു ഗാനമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. ഇന്നലെയുള്ളവൻ ഇന്നിവിടില്ല, ഇന്നിവിടെയുള്ളവൻ ഇനി വരികയുമില്ല. ഇതാണ് മരണം. അപ്പൊ പരമ്പരാഗത ബീയിങ്ങിൻ്റെ ആളുകൾ എഴുതി വെച്ചു, ബീയിങ്ങിന് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഒരു അംശമുണ്ട്. ആ അംശം എന്ന് പറയുന്നത് ഞാനാണെന്ന് ഞാൻ ആണെന്ന് കണ്ടുപിടിക്കുന്നത് ദെക്കാർത്താണ്. പക്ഷെ ഇങ്ങനെ ആ മാറ്റമില്ലാത്ത ഇന്നലെയും ഇന്നും നാളെയും ഒരുവനായിട്ടുള്ള ഒരുവൻ എൻ്റെ ഉള്ളിലുണ്ടെന്ന്. അതാണ് ആത്മൻ. ഈ ആത്മനെ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാൽ അതാണ് ബ്രഹ്മൻ. അപ്പം മരണം എന്ന് പറയുന്നതോ, ഇവിടെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി തത്വചിന്ത നേരിട്ടത്. സമയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല ബീയിങ്ങിൽ. മരണം എന്ന് പറയുന്നതിനെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബീയിങ്ങിൻ്റെ നിർവചനം അനുസരിച്ച് അവർ ലോകത്തെ പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലുള്ള ബീയിങ് ഒക്കെ മരിക്കുകയാണ്. അപ്പൊ ബീയിങ്ങിന് മരണമില്ല എന്ന് പറഞ്ഞാൽ പട്ടി ചാവണു, പുഴു ചാവണു, പാമ്പ് ചാവണു, മനുഷ്യൻ ചാവണു, അതൊന്നും യാഥാർത്ഥ്യമല്ല. അപ്പൊ ചിന്തയും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തക്കേട് വരുമ്പോൾ ചിന്തയെ തിരുത്തുന്നതിന് പകരം തത്വചിന്തകർ എന്ത് ചെയ്തു? മരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും തോന്നലാണ്, നിങ്ങൾ മരിക്കുന്നില്ല. മരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അജ്ഞാനം കൊണ്ടും അവിദ്യ കൊണ്ടും തോന്നുന്നതാണ്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒന്നില്ല, അതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. സ്ത്രീ പുരുഷ ഭേദം എന്ന ഒന്നില്ല, ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. പുഴു, പുല്ല്, പാമ്പ്, പൂച്ച, പട്ടി, മനുഷ്യൻ എന്നത് വ്യത്യാസമില്ല, ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്.
അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നതിനാണ് ഈ മാറ്റമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണത്. അപ്പൊ ശരീരമോ? നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവ് മാത്രമാണ്. അപ്പോ ബീയിങ്ങിനെ കുറിച്ചുള്ള പഠനം കൊണ്ടെത്തിച്ച പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നും നാളെയും നിലനിൽക്കുന്ന ഒന്നാണ്. ഈ യാഥാർത്ഥ്യത്തിനകത്ത് ഉള്ള യഥാർത്ഥ ആയിരിക്കുന്നത്, ബീയിങ് എന്ന് വെച്ചാൽ ഉള്ളത്, ആയിരിക്കുന്നത് എന്ന ഈ ത്വാത്വിക അടിത്തറ കൊണ്ടുചെന്നെത്തിച്ച പ്രതിസന്ധി എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ തോന്നലാണെന്ന്, ജാതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണെന്ന്, പുല്ലും പുഴുവും പാമ്പും പട്ടിയും പൂച്ചയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന്. ഇതൊക്കെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ദേഹത്തിലുള്ള വ്യത്യാസമാണ്. ദേഹം എന്ന് പറയുന്നത് ഒരു നുണയാണ്, ഇല്ല. അതുകൊണ്ടാണ് ഈ ആശയം ഇന്ത്യക്കാരുടെ മാത്രമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്ലാറ്റോയുടെ ഒരു ബുക്കുണ്ട് ഫെയ്ദോ. അതിൽ സോക്രട്ടീസിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജയിലിൽ സോക്രട്ടീസ് മരിക്കുന്നതിന് മുൻപ് നടത്തുന്ന സംഭാഷണങ്ങളുടെ ഒരു രേഖയാണ് ഫെയ്ദോ. ആ ഫെയ്ദോനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, പ്ലാറ്റോ എഴുതി വെച്ചിരിക്കുകയാണ് എന്ത്, സോക്രട്ടീസ് പറയുന്നു എന്ന് പറഞ്ഞിട്ട്. സോക്രട്ടീസ് പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല. കാരണം സോക്രട്ടീസ് പറയാണ്, ഞാൻ മരിക്കുന്നില്ല. കാരണം എന്താ? ഞാൻ ജനിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മരണത്തെക്കുറിച്ച് ദുഃഖിക്കുന്നത് എന്തിനാണ്? അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഇസ്ലാമിക് വിഭാഗത്തിൽ പെട്ട ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, മരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഈ മരണത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് ആർക്കും കഴിയില്ല. അതായത് പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് ഒരിക്കലും മുസ്ലിമുകൾക്ക് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. രാമന്റെയോ കൃഷ്ണന്റെയോ മരണത്തെക്കുറിച്ച് പറയാനായിട്ട് അങ്ങനെ മരിച്ചിട്ടില്ല. കാരണം മരണം എന്ന് പറയുന്നതില്ല, അതൊന്ന് വെറും തോന്നലാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മള് രോഗം വന്ന ആശുപത്രിയിൽ പോവാണ്. അപ്പൊ നമുക്കറിയാതെ തോന്നലല്ല, യാഥാർത്ഥ്യമാണെന്ന്. ഒരാളെ വേറൊരാൾ തല്ലിക്കൊല്ലുമ്പോൾ കൊല്ലപ്പെടുന്ന ആൾ പറയാണ്, എനിക്ക് വേദനിക്കുന്നു, എനിക്ക് രക്ഷപ്പെടണം. യാഥാർത്ഥ്യമാണത്. ഭീകരന്മാര് ഇന്ത്യക്കാരെ വന്ന് ഭീകരവാദികൾ കൊല്ലുമ്പോൾ ആരും പറയുന്നില്ല ഇത് മായയാണ്, അത് യാഥാർത്ഥ്യമാണ്. അവരെ തിരിച്ചു ഓടിക്കുക തന്നെ വേണം നമ്മൾ. പക്ഷെ ഇതിനെ ഒക്കെ ബീയിങ്ങിനെ കുറിച്ചുള്ള, ബീയിങ്ങിൽ കാലമില്ലെങ്കിൽ ഒരിക്കലും വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനായിട്ട്, അതായത് വളർച്ചേനെയോ തളർച്ചയെയോ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യൻ തത്വചിന്തയിലെ വൈവിധ്യങ്ങളെ ഏറ്റവും പ്രധാന പ്രശ്നം. ഇത് ഇന്ത്യൻ തത്വചിന്തയുടെ മാത്രമല്ല, വെസ്റ്റേൺ തത്വചിന്തയുടെ അടിസ്ഥാന പ്രശ്നമായിരുന്നു. ആ പ്രശ്നം ക്രിസ്ത്യൻ ചിന്തകൾ പരിശോധിച്ചാലും ആ പ്രശ്നം നിലനിൽക്കുന്നതായിട്ട് കാണാം. പല ലിറ്റർജിക്കൽ ഡിസ്കോഴ്സസിലും ശരീരത്തെക്കുറിച്ചൊന്നും പറയില്ല. അങ്ങ് ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അപ്പൊ ശരീരമോ? ശരീരത്തിന് സുഖം വേണ്ടേ? പ്രിയമുള്ളവരെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഇത് ഉതകട്ടെ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് മാത്രമല്ല, ശരീരത്തിൻ്റെ ഉയർപ്പിനും കൂടി വേണ്ടിയുള്ളതാണെന്ന് പറയുന്നില്ലേ? അതിന് എംഫസിസ് കുറവാണ്. അപ്പോൾ ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിൻ്റെ രക്ഷ, കാരണം ആത്മാവ് മരിക്കുന്നില്ല. അങ്ങനെയാണ് ഗ്രീസിലായാലും ഇന്ത്യയിലായാലും പുനർജന്മം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബീയിങ്ങും സുപ്രീം ബീയിങ്ങിൻ്റെ സമാനമാണ്. അപ്പം മനുഷ്യന് മരണമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മരണമില്ല എന്ന ഒരവസ്ഥയിൽ അവർ, കാരണം അവരുടെ കൺഫ്യൂഷൻ അതാണ്. മനുഷ്യന് മരണമുണ്ടെങ്കിൽ, ആത്മജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനമെങ്കിൽ മനുഷ്യൻ്റെ മരണത്തെ എങ്ങനെ ദൈവത്തിൻ്റെ മരണത്തിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഇതാണ് ത്വാത്വിക പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ മറികടക്കാൻ ആത്മന് മരണമില്ല, അതുകൊണ്ട് ബ്രഹ്മനും മരണമില്ല, അതുകൊണ്ട് ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തിൽ കാണുന്ന ഈ വ്യത്യസ്തതകളെല്ലാം മായയാണ് എന്ന ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്നാൽ പിന്നെ ശാസ്ത്രമില്ല. കാരണം
ശാസ്ത്രത്തിൽ ഓരോന്നും എന്താണ് ഡിഫറൻസ് എന്നാണ് പഠിപ്പിക്കുന്നത്. നോളേജില്ലേ, നോളേജ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ വ്യത്യസ്ത ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിഞ്ഞറിഞ്ഞ് ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നതാണ് അറിവ്. അതുകൊണ്ട് ബീയിങ്ങിനെ കുറിച്ചുള്ള ഈ പാഠം, മരണമില്ലാത്ത ബീയിങ് ആണ് മനുഷ്യൻ്റേത് എന്ന് പറയുന്ന ആ ചിന്ത തന്നെ വളർച്ചയെയും നിഷേധിക്കുകയാണ്. തളർച്ചയെ നിഷേധിച്ചാൽ, മരണത്തെ നിഷേധിച്ചാൽ ഉടൻ തന്നെ ജനനത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ജനനത്തെയും മരണത്തെയും നിഷേധിച്ചാൽ വളർച്ചയെയും തളർച്ചയെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഗ്രീക്ക് തത്വചിന്തയായാലും ഇന്ത്യൻ അദ്വൈത വേദമായാലും കാലത്തെ, മരണത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഈ ചിന്തയെ പരിഷ്കരിക്കുമ്പോഴാണ് യാഥാർത്ഥ്യവുമായിട്ട് അടുക്കുക. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ജർമ്മൻ ഐഡിയലിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് അദ്വൈതവാദത്തെക്കുറിച്ച് എനിക്ക് ഉന്നയിക്കാനുള്ള ഒന്നാമത്തെ വിമർശനം. രണ്ടാമത്തെ വിമർശനം എന്ന് പറയുന്നത് അദ്വൈതവാദം മനുഷ്യ സമൂഹത്തെ മുന്നോട്ടല്ല നയിക്കുന്നത്, പിന്നോട്ടാണ് നയിക്കുന്നത് എന്നാണ്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ജാതി മായയല്ല, ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ അതിനെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. മരണം മായയല്ല, രോഗം മായയല്ല, ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ മാറ്റാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിനെ നേരിടാൻ കഴിയുള്ളൂ. രോഗം, അനീതി, അക്രമം അതൊന്നും തോന്നലല്ല, അതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുന്ന ഉണ്ടെങ്കിൽ മാത്രമേ അതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും സ്റ്റാറ്റസ് കോയിൽ നമ്മൾ ഇങ്ങനെ നിലനിന്നു പോകും. കാരണം ഇതെല്ലാം മായയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ വ്യവസ്ഥിതിക്ക് അടിസ്ഥാനപരമായി ഒരു മാറ്റം ഉണ്ടാകുന്നില്ല നൂറ്റാണ്ടുകളായിട്ട്. ആ ഗ്രാമത്തിലെ വ്യവസ്ഥിതി ഏത് പ്രധാനമന്ത്രി വന്നാലും മാറാതെ അതേപടി നിലനിൽക്കുന്നുവെന്ന് ചില ചിന്തകന്മാർ ആരോപിക്കുന്നത്. ഈ ജാതി വ്യത്യാസം മായയാണെങ്കിൽ പിന്നെ എന്തിനാണ് അയിത്തം? ഒരാൾ ക്രിസ്ത്യാനി ആയാലും, ഒരാൾ മുസ്ലിം ആയാലും, ഒരാൾ ഹിന്ദു ആയാലും, ഒരാൾ ഈഴവനായാലും അവൻ്റെ ആത്മനെ മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എങ്ങനെയാണ് അദ്വൈതാശ്രമത്തിലേക്ക് ഒരു അഹിന്ദു പ്രവേശിച്ചാൽ അവിടുത്തെ ബ്രഹ്മന് എങ്ങനെയാണ് അയിത്തം അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്? ഇതെല്ലാം വെറും തോന്നലാണെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അയിത്തം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് തോന്നലൊന്നല്ല. ജാതി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, തോന്നലല്ല. അപ്പോൾ അതുകൊണ്ട് യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ച് അതിനില്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി തന്നെ കണ്ടാൽ മാത്രമേ ഇന്ത്യയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ദേഹവും ദേഹിയും തയ്യാറാവുക. അതെങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ഓണ്ടോളജിയിലേക്ക് നമുക്ക് പ്രവേശിക്കുക എന്നുള്ളത് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. കേട്ടിരുന്നവർക്ക് നന്ദി പറയുന്നു. താങ്ക് യു.